ഹായ്, ഞാൻ അഫ്രിൻ അസ്ലം. ഈ വർഷത്തെ NTSE സ്റ്റേജ് 2 ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പീപ്പിഞ്ചസ് കൊട്ടുകയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പീപ്പിഞ്ചസ് കൊട്ടുകയിലും അവിടുത്തെ ടീച്ചേഴ്സും പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇതിൽ സ്റ്റെം ജീനിയസ് എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. കാരണം അവരുടെ മൊഡ്യൂൾസും വീഡിയോസും ക്ലാസ്സസൊക്കെ ഞാൻ കേട്ടിരുന്നു. അവിടുത്തെ സാർമാരുടെ വീഡിയോസൊക്കെ വളരെ ഉപകാരപ്പെടായിരുന്നു. അവിടെ മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ എൻ്റെ റാങ്കിങ് ഒക്കെ നോക്കി എനിക്ക് കോൺഫിഡൻസ് കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് NTSEക്ക് പ്രിപ്പയർ ചെയ്തതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ സമയം കണ്ടുപിടിക്കും. കാരണം എന്താ പറയുക, മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം NTSEക്ക് വേണ്ടി മാറ്റി വെക്കും. എന്നിട്ട് NTSEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. കാരണം അതിൽ നിന്ന് എനിക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും അതിനനുസരിച്ച് പഠിക്കാമെന്നൊക്കെ. അല്ലാതെ ഒരുപാട് പഠിക്കാനും കുറച്ച് ടൈമിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതത്ര സ്മാർട്ടായി തോന്നിയില്ല. അപ്പോൾ ഞാനൊന്ന് അങ്ങനെ ശ്രമിച്ചു. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. എന്തൊക്കെയാണ് എൻ്റെ ലെവലും ഞാൻ ഇനി എത്രത്തോളം കഷ്ടപ്പെടണം എന്നൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കി. അങ്ങനെ NTSE സ്റ്റേജ് 1 ഞാൻ സക്സസ്ഫുള്ളായി ക്വാളിഫൈ ചെയ്തു. പിന്നെ സ്റ്റേജ് 2 കടന്നപ്പോൾ കുറച്ചും കൂടി ടൈറ്റായി. കാരണം ഓൾ ഇന്ത്യയിൽ നടത്തുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലെവലിൽ കൂടി. പിന്നെ മെൻ്റൽ എബിലിറ്റി ഞാൻ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്നു. മെൻ്റൽ എബിലിറ്റി ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു. അല്ലാതെ ബോർ സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ കണ്ടപ്പോൾ തന്നെ അത് ഞാൻ കൂടുതൽ ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചു. സ്റ്റെം ജീനിയസിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു NTSE സ്കോളർ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു.